പ്രിയപ്പെട്ട സഹാക്കളെ, ഇവിടെ ഈ വലിയ ചൂടുകാട്ടിൽ സഹാബ് വയ്യസിൻ്റെ ചിത കത്തിയമരുന്ന പുകയ്ക്ക് സമീപം 2 സ്മൃതി മണ്ഡപങ്ങളുണ്ട്. രക്തസാക്ഷ്യ സ്മാരകങ്ങൾ. അതിലൊന്നിൽ എങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: കരുതി പ്രവേശിക്കാം. പുതുതൻ ചുടിച്ചോര കുരുതിയാൽ കറതിരുന്ന ഈ സ്ഥലത്തിൽ നിന്ന് എവിടെയാണ് പുണ്യപ്രഭകളാണ് രക്തസാക്ഷികളും സഖാവ് പി കൃഷ്ണപിള്ളയും സഖാവ് വാസുദേവനും സഖാവ് ടി വി തോമസും സഖാവ് പി കെ ചന്ദ്രാനന്ദനും സഖാവ് എൻ ശ്രീധരനും സഖാവ് പി കെ കുഞ്ഞച്ചനും സഖാവ് പി ടി പിന്നസും സഖാവ് കെ ആർ ഗൗരിയമ്മയും തുടങ്ങി സഖാവ് ചന്ദ്രപ്പൻ വരെയുള്ള എത്രയോ പേർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ വലിയ വിപ്ലവകാരികളുടെ ഇടയിലേക്ക് നമ്മുടെ കാലഘട്ടം പ്രസരിച്ച ഏറ്റവും മഹാനായ വിപ്ലവകാരിയെ കൂടി ഇന്ന് ഈ മണ്ണ് ഏറ്റുവാങ്ങുകയാണ്. സഖാവ് വി എസിൻ്റെ ശരീരം. അതുകൊണ്ട് നാം വീണ്ടും വീണ്ടും പറയുന്നു, നമ്മളെല്ലാവരും ഈ മണ്ണിലേക്ക് പ്രവേശിക്കുമ്പോൾ കരുതി തന്നെ വേണം പ്രവേശിക്കാൻ. ഈ മണ്ണ് വിപ്ലവ ജാഗ്രതയുടെയും രാഷ്ട്രീയ കർത്തവ്യബോധത്തിൻ്റെയും മൂല്യങ്ങളെപ്പറ്റി നമ്മളെ പഠിപ്പിക്കുന്ന മണ്ണാണ്. ഈ മണ്ണിൻ്റെയും ഈ മണ്ണിനെ മഹത്തരമാക്കിയ പോരാട്ടങ്ങളുടെയും എല്ലാ തിളങ്ങുന്ന മൂല്യങ്ങളെയും സ്വന്തം ഹൃദയത്തിലെ വെളിച്ചമായി ഏറ്റെടുത്ത നേതാവാണ് സഖാവ് വി അച്യുതാനന്ദൻ. ഈ പുന്നപ്പയുടെ മണ്ണ് ജന്മം കുറിച്ച സഖാവ് വി അച്യുതാനന്ദൻ സഖാവ് പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം കുട്ടനാട്ടിലെ പാവങ്ങളെ സംഘടിപ്പിക്കാൻ നിയുക്തനായ സഖാവ് അച്യുതാനന്ദൻ ജീവിതകാലം മുഴുവനും മർദ്ദിതവർഗത്തിൻ്റെ വിമോചന പോരാട്ടങ്ങളിൽ തന്നെ സമർപ്പിച്ച നേതാവാണ്, സംഘാടകനാണ്, പോരാളിയാണ് എന്ന് നമുക്കറിയാം. സഖാവ് വി എസ് ഏറ്റവും താണനിലകളിൽ ജീവിതം ആരംഭിച്ച് സ്വന്തം രാഷ്ട്രീയ ബോധത്തിൻ്റെ മൂർച്ച കൂട്ടുവാനായി പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും സംഘടനയുമെല്ലാം പഠിച്ച് മാർക്സിസത്തിൻ്റെ എല്ലാ ചൈതന്യവത്തായ മൂല്യങ്ങളെയും കാലത്തിൻ്റെ ആഹ്വാനം കേട്ടുകൊണ്ട് നവീകരിക്കാൻ ശ്രമിച്ച നേതാവാണ് എന്ന കാര്യവും നാം ഓർക്കുന്നുണ്ട്. സഖാവ് വി എസ് ആണ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തത്തിലും പ്രയോഗത്തിലും പരിസ്ഥിതിയുടെ പ്രാധാന്യം കേരളത്തെ പഠിപ്പിക്കാൻ മുൻകൈയെടുത്ത ഒരു മാർക്സിസ്റ്റ്. സഖാവ് വി എസ് ആണ് നമ്മുടെ കാര്യപരിപാടിയിൽ ലിംഗസമത്വം, സ്ത്രീ അവകാശം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നാം ചിന്തിക്കാൻ വൈകിക്കൂടാതെന്ന് ഉറക്കെ പറയാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ്. ആ അർത്ഥത്തിലെല്ലാം സഖാവ് വി എസ് എക്കാലവും ഓർമ്മിക്കപ്പെടും. രാഷ്ട്രീയമായ യോജിപ്പുകളെല്ലാം ഉണ്ടാകുമ്പോൾ സഖാവ് വി എസിൻ്റെ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും എല്ലാ കാലത്തും അഭിമാനം കൊള്ളിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. സഖാവ് വി എസിൻ്റെ സംഭാവനകളെപ്പറ്റി പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നായി പോരാടിയ കാലത്തും പിന്നിച്ചടഞ്ഞ കാലത്തും സഖാവ് വി എസ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ ജീവിത മൂല്യങ്ങളെ അത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുവെന്ന് നാം കണ്ടറിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ വിഷയങ്ങളെപ്പറ്റിയുള്ള അഭിപ്രായ ഫലങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും സഖാവ് വി എസ് ഇടതുപക്ഷ ഐക്യത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെയും കാവൽക്കാരനായി എത്രമാത്രം ജാഗ്രതയോടെ കൊണ്ടുവരുന്ന കാര്യം എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും എക്കാലവും ഓർക്കും. സഖാവ് വി എസ് കമ്മ്യൂണിസ്റ്റുകാർക്ക് രാഷ്ട്രീയത്തിൽ കൈവരുമ്പോൾ
അതെങ്ങനെ വേണം പ്രവർത്തിക്കുന്നതിനെ പറ്റി സ്വയം ചിന്തിച്ച സ്വയം പ്രവർത്തിച്ച നേതാവാണെന്ന കാര്യം നമുക്കറിയാം. അതിൻ്റെ ഫലമായി അദ്ദേഹം നയിച്ചൊരു ഗവൺമെൻറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു മന്ത്രിയായി 5 കൊല്ലം പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ചർച്ചയുണ്ടായിട്ടുണ്ട്, തർക്കമുണ്ടായിട്ടുണ്ട്, വിയോജിപ്പുണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം VS കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഔന്നത്യം കാണിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി ഐക്യത്തിൻ്റെ മൂല്യങ്ങളെ എത്രമാത്രം കാത്തുരക്ഷിക്കുവാൻ ശ്രമിച്ചുവെന്ന കാര്യത്തിൽ അനുഭവത്തിലാണ് ഞങ്ങളിൽ പലരും. ആ അർത്ഥത്തിലെല്ലാം VS സഹോദര പാർട്ടിയായ CPIM-ന്റെ മാത്രം നേതാവല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പുസ്തകത്തിൻ്റെ മുഴുവൻ നേതാവാണെന്ന് പറയാൻ ഞാൻ മടിക്കുന്നില്ല. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പുസ്തകത്തിന് മുമ്പിൽ പുത്തൻ കാലഘട്ടം ഗൗരവമാറിയ ഒരുപാട് വെല്ലുവിളികൾ കിട്ടുന്ന ഈ സാഹചര്യത്തിൽ നാം VS-നെ സ്മരിക്കേണ്ടത് തീർച്ചയായും ഐക്യത്തെയും സമരബോധത്തെയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെയും ശക്തിപ്പെട്ടുകളായിരിക്കണമെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ട സഖാക്കളെ, RSS നയിക്കുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയം ഇന്ത്യ നമ്മുടെ ജനങ്ങൾ ഏറ്റവും പ്രിയങ്കരമായി കാണുന്ന മൂല്യങ്ങളെല്ലാം തകർത്തെറിയാൻ ശ്രമിക്കുന്ന കാലത്ത് അവർക്കെതിരായ പോരാട്ടത്തിൽ എല്ലാ ജനങ്ങളെയും ഒന്നിച്ച് നിർത്തിക്കൊണ്ട് ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസ്റ്റ് മൂല്യങ്ങളുമെല്ലാം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള സമര ഐക്യത്തിന് ശക്തി വരുന്ന കാലഘട്ടത്തിൽ VS-ന്റെ സമരബോധം, രാഷ്ട്രീയ പ്രബുദ്ധത നമ്മളെല്ലാവരെയും പരിഗണിക്കാൻ വേണ്ടി എന്നുമെന്നും ഉണ്ടായിരിക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയങ്കരനായ ആ നേതാവിൻ്റെ, മഹാനായ ആ കമ്മ്യൂണിസ്റ്റ് പോരാളിയുടെ സഹോദര പാർട്ടിയായ CPIM-ന്റെ പ്രബുദ്ധനായ ആ നേതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആദരവോടുകൂടി തലകുനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ മുട്ടുചുരുട്ടിക്കൊണ്ട് സഹാബെ ലാൽ സലാം എന്ന് ഞാൻ പറയുന്നു.